ഹായ്, വെൽക്കം ബാക്ക് ടു ജേഷീസ് വ്ളോഗ്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എന്താണ് ഇപ്പോൾ നമുക്ക് ഓണക്കാലമൊക്കെ അല്ലേ, അപ്പോൾ പൂക്കളൊക്കെ ഇടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പൂക്കളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അപ്പോൾ അത്തം തൊട്ട് തന്നെ പൂക്കളം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പൂക്കളൊക്കെ കഴിഞ്ഞപ്പോൾ വാങ്ങിക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ കുന്നംകുളത്താണ് നിറയെ പൂക്കളുടെ സ്റ്റോളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് പൂക്കളിങ്ങനെ കാണുമ്പോൾ ഒരു വല്ലാത്ത ആരാണ്, നമുക്കതെല്ലാം വാങ്ങിക്കാൻ തോന്നും. പക്ഷേ അത്യാവശ്യം നല്ല വിലയാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു കിറ്റ് വാങ്ങിച്ചു, ഒരു 50 രൂപയുടെ ചെറുത് വാങ്ങിച്ചു. പിന്നെ അടുത്തന്നെ റിലയൻസിൽ പൂക്കളുണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന ദിവസം റിലയൻസിൽ പൂക്കളുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് അവിടുന്ന് വാങ്ങിച്ചു. അവിടെ ഈ മഞ്ഞ ചെണ്ടുമല്ലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് കിലോ 49 രൂപയാണ്. അപ്പോൾ ഞാൻ 1/2 കിലോ എടുക്കാൻ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അതൊരു 2 വലിയ പാക്കറ്റിൽ നിറച്ചപ്പോഴും 1/2 കിലോ ആയിട്ടില്ല. അപ്പോൾ പിന്നെ അത്രയും എടുത്തുള്ളൂ, 2 പാക്കറ്റ് ഞാൻ എടുത്തുള്ളൂ. അത് തന്നെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ അത്രയും വില കുറവിൽ നമുക്ക് റിലയൻസിൽ നിന്ന് കിട്ടും. പക്ഷേ ഇപ്പോഴും എല്ലാ പൂക്കളൊന്നും ഉണ്ടാവില്ല, ഏതെങ്കിലും 1-2 ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും അത് അവിടുന്ന് വാങ്ങിക്കാറ് പതിവ്. പിന്നെ കുറച്ച് പുറത്തുനിന്ന് ഒരു 50 രൂപയുടെ കുഞ്ഞു പാക്കറ്റ് വാങ്ങിക്കും, അങ്ങനെ ചെയ്യാം. അതിപ്പോൾ 2 പാക്കറ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കി. 1/2 കിലോ ഇല്ല കേട്ടോ, അത് തികഞ്ഞിട്ടില്ല. പക്ഷേ നല്ല കൂടുതലുണ്ട്. ഇത്രയും വില കുറവിന് നമുക്ക് അത്രയും അധികം പൂക്കൾ ഇത്രയും ദിവസം ഇടാറുള്ളത് കിട്ടും നമുക്ക്. പിന്നെ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുന്ന്. കാരണം നമ്മളധികം പച്ചക്കറി തന്നെയല്ലേ വയ്ക്കുക. അപ്പോൾ അതിനായിട്ട് കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചിട്ടുണ്ട്. മത്തങ്ങയും വെണ്ടയ്ക്കയും അങ്ങനെയൊക്കെയുള്ള ക്യാരറ്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അതും വാങ്ങിച്ചിട്ട് ഞാൻ പോകുന്നു. ഇനിയും ഇതൊക്കെ എടുത്തിട്ട് പിന്നെ മെല്ലെ ഓരോ സാധനങ്ങളും ഫ്രിഡ്ജിലേക്ക് വെക്കണ്ടേ. അപ്പോൾ ഓരോന്നും തരംതിരിച്ച് ഡപ്പകളിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ കേട്ടോ, ഞാൻ രാവിലെ നേരത്തെ പോയിട്ടാണ് റിലയൻസിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോരുക. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് വേണം പൂക്കളം ഇടണം. അപ്പോൾ പൂക്കൾ ഉള്ള പൂവ് ആദ്യം കൂടുതൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ എൻ്റെ വെജിറ്റബിൾസ് വെക്കുന്ന ഒരു ബാസ്ക്കറ്റിലേക്കാണ് ഞാൻ ഫ്ലവറൊക്കെ എടുത്ത് വയ്ക്കുക. അല്ലാതെ അതിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി എല്ലാ ദിവസവും ഓണം വരയ്ക്ക് പൂക്കളം ഇടാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് പൂക്കളം അതിൽ ഇരിക്കട്ടെ. പിന്നെ ഞാൻ വെജിറ്റബിൾസും എല്ലാം എടുത്ത് വയ്ക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേഗം പൂക്കളം ഇടണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കണം. അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. പക്ഷെ രാവിലെ അത് വാങ്ങിക്കാനൊക്കെ പോയി വന്ന ഒരു രസമാട്ടോ. നമുക്ക് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് കറങ്ങിയിട്ട് വരില്ലേ. അപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാവരും ഓണാഘോഷത്തിൻ്റെയൊക്കെ തിരക്കിലായില്ലേ. കുട്ടികളാണെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിലും എല്ലാവർക്കും ഓരോ സ്ഥലങ്ങളിലും ഓണം ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ പരിപാടികളൊക്കെയാണല്ലോ. നമുക്ക് വീട്ടിലിരിക്കുന്നവർക്ക് എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ, പോയി സാധനങ്ങൾ വാങ്ങിക്കുക, സദ്യ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അതെ, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു കാര്യം ഇതുപോലെ ഓണമാകുമ്പോൾ പൂക്കളം ഇടുന്നത് ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ കിച്ചണിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുള്ള സാധനങ്ങളും ഒക്കെ തലേന്ന് ഒക്കെ വാഷ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുള്ള സ്പൂണും സാധനങ്ങളും ഒക്കെ എടുത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ ഇതൊന്ന് ഒതുക്കി വെച്ചിട്ട് വേണം ഇനി പോയിട്ട് പൂക്കളം ഇടാനായിട്ടേ. അപ്പോൾ കാരണം കുറച്ച് നേരമായി, ഇപ്പോൾ 8 മണിയും കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ്, കാരണം രാവിലെ തന്നെ ഇത് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയ കാരണം കൊണ്ടേ ഇനി പൂക്കളം ഇടുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൂക്കൾ എടുത്തിട്ട് ഇടുന്നുള്ളൂ, എല്ലാ പൂക്കളും എടുത്ത്. കാരണം എനിക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നമുള്ള കാരണം കൊണ്ട് കൂടുതൽ നേരം ഇരുന്നിട്ട് പൂക്കളം ഇടാൻ വയ്യ. അപ്പോൾ പെട്ടെന്ന് ഇട്ടിട്ട് തീർക്കും. മുന്നേയൊക്കെ ഞാൻ വെച്ചാൽ ഒരു 2 വർഷം മുന്നേയൊക്കെ വരയ്ക്കും ഞാൻ വലിയ പൂക്കളാണ് 1 മണിക്കൂർ ഇരുന്നിട്ട് പൂവിടും. അത്രയും വലിയ വട്ടത്തിൽ ഡിസൈനിൽ ഇങ്ങനെ വരയ്ക്കൊന്നുമില്ല, വരയ്ക്കാതെ തന്നെ ഇങ്ങനെ ഓരോ റൗണ്ടിലും
ഓരോരോ ഡിസൈൻ ആയിട്ട് ഇങ്ങനെ വരും. നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് ഞാനങ്ങനെ ഇട്ട് പോവുക. അങ്ങനെ നല്ല ഭംഗിയിൽ നല്ല വലിപ്പത്തിലുള്ള ഒരു റൗണ്ടായിട്ടാണ് ഞാൻ പൂക്കളം ഇടാറുള്ളത്. അങ്ങനെ ഇപ്പം അത്രയും നേരം അങ്ങനെ ഇരിക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് കുഞ്ഞു കളാണ് ഉണ്ടോ ഇത്ര ഇട്ടിട്ടുള്ളൂ, ഇത്രയും വലിപ്പത്തിൽ. ഇനി തിരുവോണത്തിൻ്റെ അന്ന് നല്ല വലിയ കളം ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ പൂക്കളം ഇട്ട് തീർന്നു. അതിലിടയ്ക്ക് ചെറിയ മഴയൊക്കെ ചാറുന്നുണ്ടായിരുന്നു, എന്നാലും അത് ഇട്ടു. ഇനി ചായ ഉണ്ടാക്കി, ഇനി ചായ കുടിക്കണം. അപ്പോൾ ഇപ്പോൾ ഓണക്കാലമല്ലേ, അപ്പോൾ പ്രത്യേകിച്ചും പഴം തന്നെയാണ് മെയിനായിട്ട്. പഴവും പപ്പടവും കൂട്ടി കഴിക്കാൻ ഭയങ്കര രസമല്ലേ. പക്ഷെ ഞാൻ പപ്പടം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പപ്പടം, അല്ലെങ്കിൽ ഞാൻ കൂടുതലും പഴത്തിൻ്റെ ഒപ്പം പഴവും പപ്പടവും ആണ് കഴിക്കാറുള്ളത്. അത് മോനേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡായിരുന്നു ഈ പഴം പുഴുങ്ങിയതും പപ്പടവും. പിന്നെ ഞങ്ങൾ ശർക്കര ഇട്ടിട്ടാണ് പഴം പുഴുങ്ങുക. ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വീട് വളാഞ്ചേരിയിലൊക്കെ പഴം വെറുതെ അങ്ങനെ പുഴുങ്ങുകയുള്ളൂ, മധുരവും ഉപ്പും ഒന്നും ഇടാണ്ട്. ഇനി ഉച്ചയ്ക്കുള്ള പരിപാടി കേട്ടോ. ഉച്ചയ്ക്കലത്തെ പരിപാടികൾ നോക്കണ്ടേ ഫുഡിനുള്ളത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വേപ്പിലയും പച്ചമുളകൊക്കെ പൊട്ടിക്കാറിങ്ങിയതാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോഴും നമ്മുടെ നായക്കുട്ടികൾ ഒപ്പം ഉണ്ടാവുമല്ലോ. അതാണ് ജാക്കിനെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ എൻ്റെ പറമ്പിലേക്ക് കൊണ്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേപ്പ് നിൽക്കുന്നുണ്ട്. വേപ്പിൻ്റെ ഒരു മരമാണത്. അതിൻ്റെ അടിയിൽ നിറയെ കുട്ടികൾ വേരുമെന്ന് പൊട്ടിത്തഴച്ചുണ്ടായിട്ടേ നിറയെ കുട്ടികൾ ഇതിങ്ങനെ ചെറിയ വേപ്പും തൈകളുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യത്തിന് ഓടിച്ചെന്ന് അതിൽ നിന്ന് ഓരോ തലപ്പ് പൊട്ടിച്ചിട്ട് അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് യൂസ് ചെയ്യാമല്ലോ. ചില സമയത്തൊക്കെ വലിയ കമ്പ് ഓടിക്കും കേട്ടോ മുകളിൽ നിന്ന്, നല്ല പച്ചപ്പായി വരുമ്പോൾ അപ്പോൾ ഓടിക്കും. എന്നിട്ട് പിന്നെ അത് എല്ലാവർക്കും ചേച്ചിമാർക്കും പണിക്കാരൻ വരുമ്പോഴാണ് അത് ഓടിക്കുക. അപ്പോൾ മൂപ്പരും കൊണ്ടുപോകും. ഞാൻ കുറച്ച് മാത്രമേ വയ്ക്കുള്ളൂ, എനിക്ക് എപ്പോഴും പറമ്പിൽ ഓടിച്ചെടുക്കാമല്ലോ. അങ്ങനെ അപ്പോൾ ആകെ പുല്ലും പന്തൊക്കെ പിടിച്ചിട്ട് അതിപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ കേട്ടോ. ഒരു മാസമായിട്ടില്ലേ ക്ലീൻ ചെയ്തിട്ട് പണിക്കാരൻ വന്നിട്ട്. പക്ഷേ മഴയല്ല, അപ്പോൾ വീണ്ടും അത്രയ്ക്ക് വന്നെടുക്കുക. ഇനിയിപ്പോൾ നാളെ വന്ന് അത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾ. അപ്പോൾ ഞാൻ ഇതിലേക്കുള്ള എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് കറി ഉച്ചക്കിലേക്ക് ചെറുതായിട്ടൊക്കെ, വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അതിന് വേണ്ടി പച്ചമുളക് പൊട്ടിക്കാൻ വന്നതാണ്. ഈ ചിത്രച്ചേമ്പ് കണ്ടോ നിങ്ങൾ? ഇതിനെ ചിത്രച്ചേമ്പ് എന്നല്ലേ പറയുക, നമ്മുടെ കലേഡിയം. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി കണ്ട, നല്ല ഡിസൈൻ. ഇത് ആദ്യം കണ്ടതും ഇതും സെയിം തന്നെയാണ്. അത് വെയിലിനനുസരിച്ച് അതിൻ്റെ ഡിസൈൻ മാറി വരണം. ഭയങ്കര ഭംഗി അത് കാണാനായിട്ട്. പക്ഷെ മഴക്കാലത്ത് മാത്രമേ മൂപ്പര് മുളച്ചു വരുള്ളൂ. വേനലാവുമ്പോൾ അത് ഉണങ്ങി പോവും, പിന്നെ അതിനെ കാണുകയില്ല. പിന്നെ മഴ പെയ്താൽ മുളച്ചു വരും. അങ്ങനത്തെ ഒരു കലേഡിയാണത്. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് കുരുമുളക് ഇട്ടാൽ എൻ്റെ മാവാണ്, വലിയ മാവ്. അതുമ്പോൾ ഇങ്ങനെ കുരുമുളക് പെട്ടെന്നപ്പോൾ കുരുമുളകായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കാക്കപ്പൂവ് കണ്ടില്ലേ, അത് പറമ്പിൽ നിറയെ ഇത് മുളച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നല്ല തൈകളൊക്കെ കാണുമ്പോൾ, നല്ല പൊട്ടിത്തഴച്ചുണ്ടായ തൈകൾ കാണുമ്പോൾ ഞാൻ പറിച്ചിട്ട് ചട്ടിയിൽ വെച്ചിട്ട് ഉമ്മർത്ത് കൊണ്ടുവയ്ക്കും. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു മോരൊന്ന് കാച്ചിയെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത് അറിയില്ലേ. കടുകും ഉലുവയും ഒക്കെ ഇട്ട് പച്ചമുളകും ഒക്കെ ഇടും. പിന്നെ അതിലൊരു നുള്ള് കായും ഒഴിച്ചിട്ട് തൈരിലേക്ക് ഒഴിക്കുക തന്നെ. അതന്നെ. അപ്പോൾ ഒരു തൈര് കാച്ചി ഇതായി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ് ഈ തൈര്. തൈര് കൊണ്ട് എന്ത് സംഭവം ചെയ്താലും ഭയങ്കര ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം തൈര് അങ്ങനെ പച്ചയ്ക്ക് കഴിക്കാനാണ്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ആയിട്ട് ഉണ്ടാക്കണം. ബീട്രൂട്ട് തോരൻ, ഉപ്പേരിയല്ല തോരൻ. അതിന് ബീട്രൂട്ട്, നാളികേരം, പച്ചമുളക്, പിന്നെ സവാള, ഇതൊക്കെ ഒരുമിച്ച് ആണ് അതിൽ ഇടാൻ പോകുന്നത് കേട്ടോ. ആദ്യം കടുകും മുളകും പൊട്ടിച്ചു, പിന്നെ ബീട്രൂട്ടും സവാളയും നാളികേരം വേപ്പിലയും ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് അതിൽ ചട്ടിയിലേക്ക് ഇടുക. എന്നിട്ട് ഒരു 2 മിനിറ്റിലും കൂടുതൽ ഇത് വേവിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. കനമുള്ള ചട്ടിയിൽ വെച്ചാൽ മതി. ഒന്ന് ഇങ്ങനെ 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് ഒരു ആവി വരിക കണ്ടോ. എന്നിട്ട് ഇങ്ങനെ ഇളക്കി, പിന്നെ ആ ചട്ടിയിൽ തന്നെ കൂടുതൽ നേരം വെക്കേണ്ട. ഒരു 5 മിനിറ്റ് ആ ചട്ടിയിൽ ഇരുന്നുണ്ടെങ്കിൽ ചട്ടിയിൽ നിന്ന് തന്നെ എടുക്കണം. കാരണം കട്ടിയുള്ള ചട്ടിയല്ലേ.
കനം കൂടിയ ചട്ടിയാകുമ്പോൾ അതിന് വേവ് കൂടാൻ പാടില്ല. ചെറിയൊരു ഒരു ക്രിസ്പിനെസ്സോട് കൂടിയിട്ട് വേണം അത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെയാണ്. ഇതാണ് എൻ്റെ ബീട്രൂട്ട് തോരൻ. പിന്നെ എന്താ, ചോറ് എടുക്കുക, ഉണ്ണുക. ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വയ്ക്കാറുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എനിക്ക് കഴിക്കാനുള്ളത് ഇങ്ങനെ ഊറ്റിയെടുക്കും. പിന്നെ ബാക്കിയൊക്കെ നായകുട്ടികൾക്കുള്ളതാണ് ചോറ്. അപ്പോൾ പിന്നെ അവർക്ക് വൈകിട്ടേ കൊടുക്കുള്ളൂ. അപ്പോഴേക്കും അത് തണുത്തുണ്ടാവും. പിന്നെ വെള്ളം കളഞ്ഞിട്ട് അങ്ങനെ. അപ്പം ഞാൻ ഒന്നിച്ച് വലിയത് അങ്ങനെ വാർത്ത് വയ്ക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ട് അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് നിൽക്കാറില്ല ഞാൻ. എനിക്കുള്ളത് എടുക്കാൻ ഇങ്ങനെ ചെറിയ പാത്രത്തിലേക്ക് വാരാനിടും. എന്നിട്ട് പിന്നെ ഞാനത് കഴിക്കും. അത്ര തന്നെ ചെയ്യാറുള്ളൂ. വാർത്ത് വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടികളൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ എൻ്റെ ചോറും കറിയൊക്കെ കണ്ടില്ലേ, നല്ല ബീട്രൂട്ട് തോരനും തൈരും കൂട്ടി അടിപൊളിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഓണം ആശംസിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഹൈപ്പ് ഓപ്ഷനും കൂടി ഉണ്ട്, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ബൈ.